ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ശേഷം അവളുടെ കരണത്തടിച്ചു. എടി നീ? പെട്ടെന്ന് വിഷ്ണുപ്രിയ ചോദിച്ചു. എന്തിനാ പാഞ്ചാലി നീ എന്നെ തല്ലിയത്? അത് നിനക്കുള്ള ശിക്ഷയാണ്. നീ ഇന്ദ്രനീലം കൊണ്ടുവരാത്തതിന്റെ ശിക്ഷ. അന്നത്തെ ആ ദിവസം അസ്തമിച്ചതും പല പല കാര്യങ്ങളും മാറി മറിയുന്നുണ്ടായിരുന്നു. നേരം വെളുത്തതും ഋഷി സഞ്ജന റായ്ചന്ദിനെ ഫോൺ വിളിച്ച് വിവാഹകാര്യം സംസാരിക്കാനായി തുടർന്നു. പക്ഷേ രുദ്രൻ സ്നേഹിച്ചത് അനുമോളെയാണെന്ന് കരുതിക്കൊണ്ട് ഋഷി സംസാരിക്കാൻ തുടങ്ങവേ സത്യങ്ങളൊന്നും ഋഷിയോട് പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രുദ്രൻ സഞ്ജനയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ഋഷിയോടായി പറഞ്ഞു. സർ, ഞാൻ ഈ കാര്യം പറയാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ഞാനന്ന് വിവാഹം കഴിച്ചു കാണാനായി അമ്മ ഭയങ്കരമായി നിർബന്ധിക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരാം. എനിക്ക് അനുമോളെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ഇത്രയും പറഞ്ഞ് രുദ്രൻ ഫോൺ കട്ട് ചെയ്ത ശേഷം സഞ്ജനയോട് പറഞ്ഞു. എനിക്കറിയാം അമ്മേ, അമ്മ എൻ്റെ വിവാഹം കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഇനി എത്രയൊക്കെ പറഞ്ഞാലും ഡോക്ടർ പറഞ്ഞതുപോലെ കുറച്ചുനാൾ കൂടിയേ അമ്മ എൻ്റെ കൂടെ കാണും. അതുകൊണ്ട് എൻ്റെ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ഗുജറാൾ വീട്ടിലെ അനുമോളെ തന്നെ വിവാഹം കഴിച്ചിരിക്കും, എൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി. ഇതേ സമയം പ്രാർത്ഥന എങ്ങനെയും ഋഷിയെ കൊല്ലാനുള്ള തയ്യാറെടുപ്പിലാണ്. അയാളെ ഞാൻ എങ്ങനെയും കൊലപ്പെടുത്തും. നാഗലോകത്തിൽ ഇപ്പോൾ നാഗമാണിക്യം ഇല്ലെന്ന് തോന്നുന്നു. അത് എന്റെ അച്ഛൻ എന്ന് പറയുന്ന ആ ദുഷ്ടനും ആ രുദ്രനും ചേർന്ന് ഒരുമിച്ച് നോക്കുന്നത് ഞാൻ കണ്ടതാണ്. രണ്ടിനെയും ഞാൻ വെറുതെ വിടില്ല. എനിക്കെന്റെ കർത്തവ്യങ്ങൾ നിറവേറ്റിയേ മതിയാകൂ. മത്സ്യനാഗിനിയാണ് ഞാൻ. മത്സ്യവംശത്തിന്റെയും നാഗവംശത്തിന്റെയും ഒരേ ഒരു അവകാശി. എങ്ങനെയാണ് ഞാൻ എന്റെ അച്ഛൻ എന്ന് പറയുന്ന ആ ദുഷ്ടനെ നശിപ്പിക്കുക? എപ്പോഴൊക്കെ ഞാൻ അയാളെ നശിപ്പിക്കാനായി തുടങ്ങുന്നുവോ അപ്പോഴെല്ലാം അമ്മ അതിനൊരു തടസ്സമായി വരാറുണ്ട്. ഇനി ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇന്ന് ഋഷി എന്ന് പറയുന്ന എന്റെ അച്ഛൻ മരിച്ചിരിക്കണം. ഇന്ന് രാത്രി ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് വെച്ചിട്ടുണ്ടല്ലോ. അയാൾ ഓഫീസിലേക്ക് പോകട്ടെ. അയാളുടെ കഥ ഞാൻ കഴിക്കുക തന്നെ ചെയ്യും. അങ്ങനെ രാത്രിയിൽ ഋഷി കാറുമെടുത്ത് ഓഫീസിൽ മീറ്റിംഗിനായി ഗുജറാൾ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഇത്തവണയും ഋഷിയെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം പ്രത ഋഷിയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. പ്രാർത്ഥന ഋഷിയെ കൊല്ലാൻ നോക്കുന്ന ഓരോ സമയവും പ്രത അവനെ അവളിൽ നിന്നും രക്ഷിച്ചുകൊണ്ടിരുന്നു. ഓരോ തവണ തന്റെ ഭർത്താവിനെ ഉപദ്രവിക്കാനായി വരുന്ന ആ നാഗകന്യകയുടെ ഉദ്ദേശം എന്താണെന്ന് പ്രത പലതവണ ചിന്തിച്ചെങ്കിലും അവൾക്കൊരിക്കലും അതിന്റെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസമെത്തി. സത്യങ്ങളെല്ലാം വെളിച്ചത്തു വരുന്ന ദിവസം. അനുമോളുടെ വിവാഹത്തിനായി അർച്ചന നടത്തുവാനായി അമ്പലത്തിലേക്ക് പോയതാണ് സന്ധ്യയ്ക്ക് പ്രത. ഇന്ന് അമാവാസി രാവാണ്. മത്സ്യകനികമാരെയെല്ലാം നാഗങ്ങൾ ഉപദ്രവിക്കാനായി നോക്കുന്ന ദിവസം. സന്ധ്യയ്ക്കുള്ള പൂജയും കഴിഞ്ഞ് വിജനമായ റോഡിലൂടെ ഒറ്റയ്ക്ക് തിരികെ വരുന്ന പ്രത പെട്ടെന്നാണ് അത് കണ്ടത്. എന്റെ മത്സ്യശക്തികൾ എനിക്ക് പുറത്തെടുക്കാൻ കഴിയില്ല. ആർക്കോ എന്തോ അപകടം വരാൻ പോകുന്ന പോലെ എനിക്കൊരു തോന്നൽ. എന്താ നിങ്ങൾക്ക് ഇനി വേണ്ടത്? ആ ഇന്ദ്രനീലം എന്റെ പക്കലില്ല. പ്രാർത്ഥന ശേഷ മത്സ്യകനികയായി നിൽക്കുന്നത് കണ്ട് പ്രത ഞെട്ടിപ്പോയി. പ്രാർത്ഥന, നീ